അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരിയുടെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗമൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും അതിനപ്പുറം യുവാക്കളിലും ഒക്കെ തന്നെ ലഹരിയുടെ ഉപയോഗം വളരെ അധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന അക്രമങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ലഹരി ഉപയോഗത്തിന് ഇത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം? നമ്മുടെ മനസ്സിൽ നിന്ന് അതിനോടുള്ള ആസക്തി ഒഴിവാക്കുകയും ജനങ്ങളെ, യുവാക്കളെ, യുവതികളെ, സമൂഹത്തെ അതിൻ്റെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ബോധവൽക്കരണവും നടത്തേണ്ടത് മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ശക്തമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ സമൂഹം, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവതികളെ, നമ്മുടെ യുവാക്കളെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ചിന്തയെ, അവരുടെ മസ്തിഷ്കത്തെ, അവരുടെ ആരോഗ്യത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന കാര്യമാണ് ലഹരിയുടെ ഉപയോഗം. മദ്യപാനത്തെക്കാൾ ഗൗരവമായ രൂപത്തിലുള്ള ലഹരിയൊക്കെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയും ആ ലഹരി യുവാക്കളും യുവതികളും ഉപയോഗിക്കുക വഴി അവരുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ വീട്ടിലെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ സമൂഹത്തെയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്രയോ കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നത് അതിൻ്റെയൊക്കെ പിന്നിന്റെ വില്ലൻ ലഹരിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വാഹന അപകടങ്ങൾ സംഭവിച്ച് യുവാക്കളും യുവതികളും അല്ലാത്തവരുമായ ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ച് അവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ വർദ്ധിക്കാനുണ്ടായ കാരണവും ലഹരിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും വലിയ വില്ലൻ. സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലാനും, സ്വന്തം പിതാവിനെ വെട്ടിക്കൊല്ലാനും, സ്വന്തം സുഹൃത്തിനെ വെട്ടിക്കൊല്ലാനും ഇവനെ പ്രാപ്തമാക്കുന്നതും ഇവന്റെ മനസ്സിനെ അതിനുള്ള ശക്തി നൽകുന്നതും ലഹരിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ നാനാഭാഗത്താണെങ്കിലും ഇന്ന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വീട്ടിൽ ആരും മരണപ്പെട്ടാലും എന്ത് ആഘോഷങ്ങൾ ഉണ്ടായാലും ഇന്ന് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തെ, ഈ ഭൂഗോളത്തിൽ നിന്ന് തന്നെ ഈ ലഹരിയുടെ ഉപയോഗം, ഈ ലഹരി പദാർത്ഥങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി നിയമങ്ങൾ കുറവാണെങ്കിൽ നിയമനിർമ്മാണ സഭകളും സമൂഹവും അതിനു വേണ്ടി മുന്നണിയിൽ നിൽക്കേണ്ട കാലഘട്ടമാണ്. യുവാക്കളും യുവതികളും അല്ലാത്ത എല്ലാ വിഭാഗം ആളുകളും ഇതിൽ നിന്ന് പരിപൂർണമായി മുക്തമാവുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, എല്ലാ ലഹരിയും നിഷിദ്ധമാണ് എന്നാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാനാവിഭാഗം സമൂഹങ്ങളും സമുദായങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും.